വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ധാരാളം ഇപ്പൊ ഒരു 18ഓളം സംസ്ഥാനങ്ങൾ 19 സംസ്ഥാനങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഭംഗിയായിട്ട് പഠിക്കുക കേട്ടോ. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്റെ ക്ലാസ്സുകൾ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യപ്രദേശിനെ കുറിച്ചാണ് പഠിക്കണേ. മധ്യപ്രദേശ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷമായ 1956 നവംബർ 1 തന്നെ നിലവിൽ വന്ന സംസ്ഥാനമാണ്. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭോപ്പാലാണ് പറയാം. മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഏതാണ്? ഭോപ്പാലാണ് കേട്ടോ. മധ്യപ്രദേശിന്റെ ഹൈക്കോടതി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജബൽപൂരാണ്. അപ്പൊ ജബൽപൂരാണ് മധ്യപ്രദേശിന്റെ ഹൈക്കോടതി. ഭോപ്പാലാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം. ഇനി ഈ മധ്യപ്രദേശിന് സംസ്ഥാന പുഷ്പമുണ്ട്, പാരറ്റ് ട്രീ ആണ്. പാരറ്റ് ട്രീ അവരുടെ സംസ്ഥാന പുഷ്പമാണ്. സംസ്ഥാന മൃഗം ഏതാന്ന് ചോദിച്ചാൽ സ്വാമ്പ് ഡിയർ ആണ്. സ്വാമ്പ് ഡിയർ ആണ് സംസ്ഥാന മൃഗം. സംസ്ഥാന മൃഗം സ്വാമ്പ് ഡിയർ ആണ്. സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ ആണ്. സംസ്ഥാന പക്ഷിയാണെങ്കിലോ ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ. ഏഷ്യൻ പാരഡൈസ് ഫ്ലൈ കാച്ചർ ആണ് മധ്യപ്രദേശിന്റെ സംസ്ഥാന പക്ഷി. മധ്യപ്രദേശിന്റെ സംസ്ഥാന പുഷ്പം പാരറ്റ് ട്രീ ആണ്. മധ്യപ്രദേശിന്റെ സംസ്ഥാന മൃഗം സ്വാമ്പ് ഡിയർ ആണ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ മധ്യപ്രദേശിനെ കുറിച്ച് പറയുമ്പോ ഇന്ത്യയുടെ ഹൃദയം എന്നാണ് നമ്മൾ മധ്യപ്രദേശ് സംസ്ഥാനത്തെ വിശേഷിപ്പിക്കണത്. എന്താ വിളിക്കണേ? ഇന്ത്യയുടെ ഹൃദയം എന്ന് വിളിക്കണു. അതുപോലെ തന്നെ ഇന്ത്യയുടെ സോയാ സംസ്ഥാനം എന്നും വിളിക്കുന്നുണ്ട് അത്രേ. കാരണം സോയാബീൻ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യണത് മധ്യപ്രദേശിലാണ്. അപ്പൊ ഇന്ത്യയുടെ ഹൃദയമാണ് മധ്യപ്രദേശ്. ഇന്ത്യയുടെ സോയാ സംസ്ഥാനം കൂടിയാണ് ഏത്? മധ്യപ്രദേശ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വനവിസ്തൃതിയില് 1-ാം സ്ഥാനാണ് അത്രേ മധ്യപ്രദേശിന്. വനവിസ്തൃതിയിൽ 1-ാം സ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ധാരാളം നാഷണൽ പാർക്കുകളും ധാരാളം വൈൽഡ് ലൈഫ് സാങ്ച്വറികളും കാണപ്പെടുന്നുണ്ട്. കൂടുതൽ കടുവകളും കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ധാരാളം നാഷണൽ പാർക്കുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ധാരാളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ കടുവകളെ കാണപ്പെടുന്നതും എവിടെ തന്നെയാണ്? മധ്യപ്രദേശിൽ തന്നെയാണ്. ഇനി നമ്മുടെ വനമുള്ളത് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പട്ടികവർഗ വിഭാഗക്കാർ അഥവാ ഗിരിവർഗ വിഭാഗക്കാർ കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? മധ്യപ്രദേശ് തന്നെയാണ്. ഓർക്കണം. ഇനി മധ്യപ്രദേശിനെ കുറിച്ച് പറയുമ്പോ ഗുഡ്ക നമുക്കറിയാം. ഗുഡ്ക നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഗുഡ്ക നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ് പറയണം. ഗുഡ്ക നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ തുടങ്ങി. ഇന്ത്യയിൽ ആദ്യമായി സന്തോഷ വകുപ്പ് കൊണ്ടുവന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സന്തോഷ വകുപ്പ് കൊണ്ടുവന്നത് മധ്യപ്രദേശ് സർക്കാരാണ്. ഇനി ഭൂരഹിതരായിട്ടുള്ള ആൾക്കാരുണ്ട്, ഭൂമി ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് സൗജന്യമായിട്ട് റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ നൽകുന്ന പദ്ധതി ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനവും ആരെന്നെയാണ്? മധ്യപ്രദേശ് തന്നെയാണ്. ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് സൗജന്യ റെസിഡൻഷ്യൽ പ്ലോട്ടുകൾ നൽകുന്ന പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് എന്ന് ഓർത്തു വെക്കുക. ഇനി അവിടെ ജലസംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു യജ്ഞം തന്നെ അവർ തുടങ്ങി. ജലം സംരക്ഷിക്കാൻ വേണ്ടി ആ മധ്യപ്രദേശ് സർക്കാരിന്റെ ജലസംരക്ഷണ യജ്ഞത്തിന് വിളിക്കുന്ന പേര് ജലാഭിഷേകം എന്നാണ്. നമ്മൾ കേരള ഗവൺമെന്റിന്റെ കുറേയധികം പദ്ധതികൾ പഠിക്കാറില്ലേ? അതുപോലെ ജലാഭിഷേകം എന്ന് പറയുന്ന പദ്ധതി വെള്ളത്തെ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്നത് ഏത് സർക്കാരാണ്? മധ്യപ്രദേശ് സർക്കാരാണ് എന്ന് ഓർത്തു വെക്കുക. ഈ മധ്യപ്രദേശ് സർക്കാർ ധാരാളം അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവര് കൊടുക്കണ കുറച്ച് അവാർഡുകളുടെ പേര് പഠിക്കണം. കബീർ പുരസ്കാരം, കാളിദാസ പുരസ്കാരം, താൻസൻ പുരസ്കാരം, മഹാത്മാഗാന്ധി പുരസ്കാരം, ലതാ മങ്കേഷ്കർ പുരസ്കാരം, ഇതൊക്കെ തന്നെ മധ്യപ്രദേശ് ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരങ്ങളാണ് എന്ന് ഓർത്തുവെക്കണം. ക്ലിയർ ആയില്ലോ? ഇനി പഞ്ചായത്തി രാജ് നിയമമുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആ നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനം, പഞ്ചായത്തി രാജ് നിയമപ്രകാരം ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്ന ഇന്ത്യൻ സംസ്ഥാനവും ഏത് തന്നെയാണ്? മധ്യപ്രദേശ് തന്നെയാണ്.
ഇനി ആദ്യം പറഞ്ഞു മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാലാണ്. ഭോപ്പാൽ പറയുമ്പോ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭോപ്പാൽ ദുരന്താണ്, അല്ലെ? അത് എത്ര വർഷം മുമ്പ് നടന്നിട്ടുള്ളതായാലും ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കണ ഒരു ചോദ്യം തന്നെയാണ് അത്. അപ്പൊ ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ടൊന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഭോപ്പാൽ ദുരന്തം നടന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1984 ഡിസംബർ 3-നാണ് നടന്നത്. 1984 ഡിസംബർ 3-ന് ഭോപ്പാൽ ദുരന്തം നടക്കുകയാണ്. അപ്പോ ദുരന്തത്തിന് കാരണമായ കമ്പനി, ആ വിഷവാതകത്തിന് കാരണമായ കമ്പനി യൂണിയൻ കാർബൈഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. അവിടെ നിന്ന് പുറത്തുപോയ വിഷവാതകത്തിന്റെ പേര് മീഥൈൽ ഐസോസൈനേറ്റ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വിഷവാതകത്തെ കുറിച്ചാണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറ്. മീഥൈൽ ഐസോസൈനേറ്റ്. എന്താണ് മീഥൈൽ ഐസോസൈനേറ്റ്? ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത്, ഇപ്പൊ ഈ സ്ഥാപനം ഉണ്ടോ, ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാ നിലനിൽക്കണേ എന്ന് ഓർത്തു വെക്കുക. നിലവിൽ ഈ സ്ഥാപനം ഡൗ കെമിക്കൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥതയിലാണ്. ഏത്? ഈ യൂണിയൻ കാർബൈഡ് കമ്പനി. അത് ഓർത്തു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഭോപ്പാൽ വിഷവാതക ദുരന്തം വലിയൊരു ദുരന്തമായിരുന്നു. അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോ ആ ദുരന്തം ഉണ്ടായതിന്റെ കാരണത്തെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമിച്ച കമ്മീഷന്റെ പേരെന്താന്ന് കൂടി ഓർത്തു വെക്കണം. കമ്മീഷന്റെ പേര് NK സിംഗ് കമ്മീഷൻ എന്നാണ്. എന്താ കമ്മീഷന്റെ പേര്? NK സിംഗ് കമ്മീഷൻ. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇതിന്റെ ഒക്കെ തന്നെ ആസ്ഥാനങ്ങൾ എവിടെയാണ്? ഭോപ്പാലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഒക്കെ ഭോപ്പാലാണ്. കൂടാതെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ മാനവ് സംഗ്രഹാലയ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാലിലാണ്. ഇനി ആദിവാസികളുടെയൊക്കെ നാടൻ കലകളുണ്ട്, അവയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സെന്റർ ഉണ്ട്. അതിന്റെ പേര് ഭാരത് ഭവൻ എന്നാണ്. ആ ഭാരത് ഭവന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? ഭോപ്പാലാണ്. നമ്മൾ പറഞ്ഞുല്ലോ, അതായത് ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്, ഗിരിവർഗക്കാർ. അപ്പൊ അവരുടെ കലകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആ എന്താ പറയുന്നത് സെന്ററിന്റെ പേരാണ് ഭാരത് ഭവൻ എന്ന് പറഞ്ഞ കേട്ടോ. ഇനി അടുത്തത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്. അപ്പൊ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, മൗലാന ആസാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോയിൽ സയൻസ്, ഇതൊക്കെ ഭോപ്പാലിലാണെന്ന് ഓർക്കണം. കൂടാതെ ഭോപ്പാലില് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. ഭോപ്പാൽ ഹബീബ് ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് നമ്മൾ അത് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ അതിന്റെ പുതിയ പേര് റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. റാണി കമലാപതി റെയിൽവേ സ്റ്റേഷൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത്രയും ഓർത്തു വെക്കുക നമ്മുടെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച്. ഇനി അടുത്തത് നമ്മൾ ഓർത്തു വെക്കേണ്ട വേറൊരു സ്ഥലമാണ് ഗ്വാളിയോർ. നമ്മള് കേട്ടിട്ടുണ്ട് താൻസന്റെ അന്ത്യവിശ്രമ സ്ഥലം. സംഗീത കുലപതി അല്ലെങ്കിൽ ചക്രവർത്തിയായ താൻസന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ്. താൻസൻ സംഗീതോത്സവമൊക്കെ ഗ്വാളിയോറിൽ നടക്കേണ്ടതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മെഡീവിയൽ ഇന്ത്യ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി താൻസൻ സംഗീതോത്സവം കൂടാതെ, അങ്ങനെയല്ലാതെ വേറൊരു ഭാഗം, അതായത് എന്താ പറയാ, കളിമൺ വ്യവസായം, മൺപാത്ര വ്യവസായം, അതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറഞ്ഞു. മൺപാത്ര വ്യവസായം അല്ലെങ്കിൽ കളിമൺ വ്യവസായത്തിന് പ്രസിദ്ധമായിട്ടുള്ള മധ്യപ്രദേശിൽ ഒരു സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്വാളിയോർ ആണ് പറയാട്ടോ. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സെന്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സ്, സെന്റർ ഫോർ ഡിസബിലിറ്റി സ്പോർട്സ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എവിടെയാ വന്നേക്കണേ? ഗ്വാളിയോറിലാണ് നിലവിൽ വന്നേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഭോപ്പാലിൽ ഒരു ഹൈവേ ഉണ്ട്, ഗ്വാളിയോർ അതിനെ കണക്ട് ചെയ്യുന്നത് ഗ്വാളിയോർ ചമ്പൽ എക്സ്പ്രസ് ഹൈവേ എന്നാണ് അതിന്റെ പേര്. ഭോപ്പാലിലല്ല, ഗ്വാളിയോർ ചമ്പൽ എക്സ്പ്രസ് ഹൈവേ എന്നാണ് അതിന്റെ പേര് കേട്ടോ. അപ്പോ ഈ എന്താ പറയാ ഹൈവേയുടെ പേര് ഇനി മുൻ പ്രധാനമന്ത്രിയായ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് അറിയപ്പെടുക. അപ്പൊ ഗ്വാളിയോർ ചമ്പൽ എക്സ്പ്രസ് ഹൈവേ ഇനി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് അറിയപ്പെടുക. അപ്പൊ അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ
നാമകരണം ചെയ്യപ്പെട്ട ഗ്വാളിയോറിലെ ഹൈവേ അല്ലെങ്കിൽ മധ്യപ്രദേശിലേക്ക് ഹൈവേ ആണ് ഗ്വാളിയോർ ചമ്പൽ എക്സ്പ്രസ് വേ എന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മുടെ മധ്യപ്രദേശിലുള്ള പ്രധാനപ്പെട്ട ഒരു ഹിൽ സ്റ്റേഷന്റെ പേര് പച്ച്മർഹി ഹിൽ സ്റ്റേഷൻ എന്നാണ്. എന്താണ് പച്ച്മർഹി ഹിൽ സ്റ്റേഷൻ? അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ ഖജുരാഹോ ക്ഷേത്രം, സാഞ്ചി സ്തൂപം, ഭിംബേത്ക, അങ്ങനെയുള്ള പ്രസിദ്ധമായിട്ടുള്ള കുറെ പ്ലേസസ് ഉള്ള സ്ഥലമാണ് മധ്യപ്രദേശ്. ഇവയൊക്കെ തന്നെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത കുട്ടികൾ കണ്ടു നോക്കണം കേട്ടോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഖനിയായ പന്ന വജ്രഖനിയും മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വജ്രഖനിയായ പന്ന വജ്രഖനി. അതുപോലെ നമ്മൾ പറഞ്ഞു വനം കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ്. നാഷണൽ പാർക്കുകള് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളൊക്കെ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനവും ഏതന്നെയാണ്? മധ്യപ്രദേശ് ഇന്ത്യ എന്ന് പറഞ്ഞു. അപ്പൊ മധ്യപ്രദേശിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളാണ് ഏതാണ്? ബാന്ധവ്ഗർ നാഷണൽ പാർക്ക്, പെഞ്ച് നാഷണൽ പാർക്ക്, കൻഹ നാഷണൽ പാർക്ക്, മാധവ് നാഷണൽ പാർക്ക്, സത്പുര നാഷണൽ പാർക്ക്, പന്ന നാഷണൽ പാർക്ക്, സഞ്ജയ് നാഷണൽ പാർക്ക്, ദിനോസർ ഫോസിൽ നാഷണൽ പാർക്ക്. ഇതൊക്കെ എവിടെയാ കാണും? ഒരെണ്ണം കൂടിയുണ്ട്, വൻ വിഹാർ നാഷണൽ പാർക്ക്. അപ്പൊ വൻ വിഹാർ, സത്പുര, സഞ്ജയ്, പന്ന, ദിനോസർ ഫോസിൽ, ബാന്ധവ്ഗർ, മാധവ്, കൻഹ, പെഞ്ച് തുടങ്ങിയ നാഷണൽ പാർക്കുകൾ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്കാണ് റുഡ്യാർഡ് കിപ്ലിങ്ങിന് ജംഗിൾ ബുക്ക് എഴുതാൻ പ്രേരണ നൽകിയ നാഷണൽ പാർക്ക്. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മധ്യപ്രദേശ് സർക്കാർ അവരുടെ ടൂറിസത്തിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് നൈറ്റ് സഫാരി ഏർപ്പെടുത്തിയത് കൻഹ നാഷണൽ പാർക്കിലും പെഞ്ച് നാഷണൽ പാർക്കിലും ബാന്ധവ്ഗറിലുമാണ്. അപ്പൊ അവിടെയൊക്കെ നൈറ്റ് സഫാരി കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓർക്കുക. ഇനി ഇത് കൂടാണ്ട് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഉണ്ട്. ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വീർ ദുർഗാവതി വൈൽഡ് ലൈഫ് സാങ്ച്വറി, സിംഗ്ഹോറി വൈൽഡ് ലൈഫ് സാങ്ച്വറി, കെൻ ഗരിയാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ കെൻ ഗരിയാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വീർ ദുർഗാവതി വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെ സിംഗുറി ഒക്കെ എവിടെയാ കാണപ്പെടുന്നത്? മധ്യപ്രദേശിലാണ് കാണപ്പെടുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി മധ്യപ്രദേശ് സർക്കാർ എടുത്ത ഏറ്റവും വളരെ ഭംഗിയായിട്ടുള്ള നല്ല ഒരു തീരുമാനം, നല്ലൊരു ബില്ലാണ്. 12 അല്ലെങ്കിൽ അതിൽ താഴെയുള്ള വയസ്സുള്ള പെൺകുട്ടികളെ ആരെങ്കിലും ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് വധശിക്ഷ, വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല എന്ന ബിൽ പാസാക്കിയ സംസ്ഥാന നിയമസഭയാണ് മധ്യപ്രദേശ് നിയമസഭ. അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക വർഷം ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെയാണ്. മധ്യപ്രദേശ് സർക്കാരിന്റെ സാമ്പത്തിക വർഷം ജാനുവരി 1 തുടങ്ങി ഡിസംബർ 31 വരെയാണ്. പട്ടാളക്കാർക്ക് ടോൾ നികുതി കൊടുക്കണ്ട എന്നൊരു നിയമം കൊണ്ടുവന്നതും മധ്യപ്രദേശ് സർക്കാരാണ്. കൂടാതെ മധ്യപ്രദേശിലുള്ള ഒരു പ്രസിദ്ധമായിട്ടുള്ള കോഴി ഇറച്ചിയുടെ പേര് കടക്നാഥ് കോഴി ഇറച്ചി എന്നാണ്. ഈ കടക്നാഥ് കോഴി ഇറച്ചിയുടെ പ്രത്യേകത എന്താ അറിയോ? ഭൗമസൂചിക പദവി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഭൗമസൂചിക പദവി ലഭിച്ച മധ്യപ്രദേശിലെ കോഴി ഇറച്ചിയാണ് കടക്നാഥ് കോഴി ഇറച്ചി എന്ന് ഓർത്തു വെക്കണം. ഇനി ഖജുരാഹോ ഒക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഭിംബേത്ക എന്താണ് എവിടെ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു ഫാക്ടറിയെ കുറിച്ച് പറയാണ്. ഫാക്ടറിയുടെ പേര് നീമഞ്ച് ആൽക്കലോയിഡ് ഫാക്ടറി എന്നാണ്. നീമഞ്ച് ആൽക്കലോയിഡ് ഫാക്ടറി ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ് കേട്ടോ. അതുപോലെ തന്നെ ഭാരത് ഭവൻ, ഭോപ്പാലില് ഭാരത് ഭവൻ ഉണ്ട്. എന്താ ഭാരത് ഭവന്റെ പ്രത്യേകത? അത് നിർമ്മിച്ചേക്കണത്, അതിന്റെ ശില്പി ചാൾസ് കൊറിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ കലാ സാംസ്കാരിക സംഘടനയാണ് ഭാരത് ഭവൻ. അപ്പൊ ഇന്ത്യയിലെ കലാ സാംസ്കാരിക സംഘടനയായ ഭാരത് ഭവൻ ഭോപ്പാലിലാണ്. അതിന്റെ ശില്പിയുടെ പേര് ചാൾസ് കൊറിയ എന്നാണ്. എന്താണ്? ചാൾസ് കൊറിയ. കൂടാതെ മധ്യപ്രദേശിലൂടെ
ഒഴുകുന്ന കുറച്ച് നദികളെ കുറിച്ച് ഇനി നമുക്ക് പഠിക്കാം. നർമ്മദ, താപ്തി, ചമ്പൽ, ബിത്വ, ക്ഷിപ്ര, ഇതൊക്കെ മധ്യപ്രദേശിലൂടെ ഒഴുകുന്നതാണ്. അപ്പോ നർമ്മദയെ കുറിച്ച് പറയുമ്പോൾ അതിലൊരു ഡാം ഉണ്ട്, ഇന്ദിരാസാഗർ ഡാം എന്നാണ് അതിന്റെ പേര്, വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കൃത്രിമ തടാകം കൂടി ഉണ്ട് മധ്യപ്രദേശില്. മധ്യപ്രദേശിലെ കൃത്രിമ തടാകത്തിന്റെ പേര് ബോച്ച്തൽ എന്നാണ്. എന്താണ്? ബോച്ച്തൽ. ഇനി മധ്യപ്രദേശിലാണ് നമുക്ക് ബുദ്ധൻ ഇതുവരെ സന്ദർശിക്കാത്ത ബുദ്ധമത കേന്ദ്രമായ സാഞ്ചി, നമ്മൾ ബുദ്ധമതം പഠിക്കുമ്പോൾ പഠിക്കുന്നില്ലേ, ആ സാഞ്ചി സ്തൂപം ഒക്കെ നമുക്കറിയാം. അത് നമ്മുടെ പുതിയ 200 രൂപ നോട്ടിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കണം. അപ്പൊ സാഞ്ചി സ്തൂപാണ് 200 രൂപ നോട്ടിൽ കാണപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വിന്ധ്യ സത്പുര പർവ്വത നിരകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അങ്ങനെ സത്പുരയുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ പച്ചുമർഹിയാണ്. സത്പുരയുടെ റാണി ആരാണ്? പച്ചുമർഹിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയണ വളരെ പഴയ കാലത്തെ ഒരു ആചാരമാണ് സതി. വില്യം ബെന്റിക്കും രാജാ റാം മോഹൻ റായും ഒക്കെയാണ് അത് നിർത്തലാക്കിയ ആൾക്കാരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തത് ബെന്റിക്കാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റായി ആണ്. ആ സതി എന്ന ദുരാചാരം സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന തെളിവ് നമുക്ക് എവിടെ നിന്ന് ഇന്ത്യയിൽ കണ്ടെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറാൻ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് മധ്യപ്രദേശിലെ സ്ഥലമാണ്. ഏറാൻ, മധ്യപ്രദേശ് കേട്ടോ. അതുപോലെ നേപ്പാ നഗർ മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പ്രിന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത്. ഏറാനിലാണ്. എവിടെയാണ്? ഇനി ഇവിടെ രസമുള്ള ഒരു ദിനോസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു മുട്ടയുടെ ഉള്ളിൽ വേറൊരു മുട്ട, അങ്ങനെ 2 മുട്ടകൾ കൂടിയിരിക്കുന്ന രീതിയിൽ വിചിത്രമായിട്ടുള്ള രീതിയിലുള്ള ദിനോസറുകളുടെ മുട്ട മധ്യപ്രദേശിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ വൈദ്യുതി ബില്ലിനെ കുറിച്ച് പറയുമ്പോൾ കർഷകർക്കൊന്നും നമ്മുടെ കൂടിയൊന്നും ഒരു സബ്സിഡി ഒന്നും നമ്മൾ കണ്ടെത്തില്ല അല്ലെ. പക്ഷേ മധ്യപ്രദേശ് സർക്കാർ അങ്ങനെ ഒരു സംഭവം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് കർഷകർക്ക് വേണ്ടിയിട്ട് വൈദ്യുതി സബ്സിഡി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊടുത്ത സംസ്ഥാനം ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മധ്യപ്രദേശാണ്. ഇനി നമ്മൾ നേരത്തെ ക്ഷിപ്ര നദി ഒഴുകുന്നുണ്ട് പറഞ്ഞു. ഉജ്ജയിനി എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം ക്ഷിപ്ര നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഉജ്ജയിനി ഗുപ്ത രാജാക്കന്മാരുടെ തലസ്ഥാനാണ്. അതുപോലെ വളരെ പ്രശസ്തമായിട്ടുള്ള മഹാകാലേശ്വര ക്ഷേത്രം ഉജ്ജയിനിയിലുണ്ട്. ഇതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുംഭമേളയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലം കൂടിയാണ് ഏത്? ഉജ്ജയിനി. അപ്പൊ അതൊക്കെ ഓർത്തു വെക്കണം ഉജ്ജയിനിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇനി നമ്മൾ മധ്യപ്രദേശ് പറയുമ്പോൾ പറയാൻ വിട്ടുപോവാൻ പാടില്ലാത്ത കുറെ വ്യക്തികളുണ്ട്. എന്താ പറയുന്നത്? ശങ്കർ ദയാർ ശർമ്മ, കൈലാസ് സത്യാർത്ഥി, ലതാ മങ്കേഷ്കർ, BR അംബേദ്കർ, രഘുറാം രാജൻ, അല്ലെ, AB വാജ്പേയി, ഇവരൊക്കെ തന്നെ മധ്യപ്രദേശുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രമുഖ വ്യക്തികളാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശ് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിട്ടുപോവാൻ പാടില്ലാത്ത ഒരാളാണ് ഫൂലൻ ദേവി. ആരവര്? അതായത് ചമ്പൽ കാടുകളുടെ റാണി എന്നറിയപ്പെടുന്ന ലേഡിയാണ് ആര്? ഫൂലൻ ദേവി. അവരെ ബാൻഡിറ്റ് ക്വീൻ എന്ന് വിളിക്കുന്നുണ്ട്. ബാൻഡിറ്റ് ക്വീൻ എന്നും ചമ്പൽക്കാടുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ഫൂലൻ ദേവിയാണ്. ഏകലവ്യ സേന എന്ന് പറയുന്ന സംഘടന രൂപം നൽകിയത് ഫൂലൻ ദേവിയാണ്. ഫൂലൻ ദേവി രൂപം നൽകിയ സംഘടനയാണ് ഏകലവ്യ സേന. അതുപോലെ തന്നെ ഇവരുടെ പേരില് ഒരു സിനിമ ഇറക്കിയിട്ടുണ്ട്. ആ സിനിമ ഫൂലൻ ദേവിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് ശേഖർ കപൂർ സംവിധാനം ചെയ്ത സിനിമയുടെ പേരാണ് ബാൻഡിറ്റ് ക്വീൻ എന്ന് പറയുന്നത് കേട്ടോ. അതില് ഫൂലൻ ദേവിയായിട്ട് വേഷമിട്ടത് സീമ ബിശ്വാസ് ആണ് എന്നും കൂടി നമ്മൾ ഓർത്തു വെക്കാം. ഇനി നമുക്കറിയാം ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമാണ്. ആ സ്വാതന്ത്ര്യ ദിനത്തെ ഷഹീദ് സമ്മാൻ ദിവസ് ആയി ആചരിക്കാൻ തീരുമാനിച്ച സർക്കാരാണ് മധ്യപ്രദേശ് കേട്ടോ. അപ്പൊ മധ്യപ്രദേശ് ഗവൺമെന്റ് അല്ലെങ്കിൽ മധ്യപ്രദേശ് സംസ്ഥാനം ഷഹീദ് സമ്മാൻ ദിവസ് ആയി ആചരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 15 എന്ന് ഓർക്കുക. അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, വെള്ളക്കടുവകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞു. ഏത് നാഷണൽ പാർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ പറഞ്ഞതൊന്നുകൾ അല്ലെങ്കിൽ ടൈഗർ റിസർവിനെ കുറിച്ചാ പറഞ്ഞതൊന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്തോളോ. ലോകത്ത് ആദ്യമായിട്ട് വെള്ളക്കടുവകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശാ പറയാ. ലോകത്ത് ആദ്യമായിട്ട് വെള്ളക്കടുവകൾക്ക് സംരക്ഷണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ നമുക്കറിയാം
കുറച്ചു നാള് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്മാരകം മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. ശൗര്യ സ്മാരക് എന്നാണ് ആ സ്മാരകത്തിന്റെ പേര്. എന്താ ശൗര്യ സ്മാരകിന്റെ പ്രത്യേകത? രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ച ധീര ജവാന്മാർക്ക് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള സ്മാരക മന്ദിരമാണ് ഇത് ശൗര്യ സമാജ് എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അടുത്തത്, മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കാച്ചാൽ നിങ്ങൾ പറയണം ഇൻഡോർ ആണ് മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം. അവിടെയാണ് വളരെ പ്രസിദ്ധമായ ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട് കാണപ്പെടുന്നത്. ദേവി അഹല്യാബായ് ഹോൾക്കർ എയർപോർട്ട് കാണപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗ്രീൻ ഫംഗസ് ബാധ റിപ്പോർട്ട് ചെയ്തതും ഈ ഇൻഡോറിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ 7 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി എന്നറിയപ്പെടുന്നതും ഇൻഡോർ ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ 7 സ്റ്റാർ ഗാർബേജ് ഫ്രീ സിറ്റി എന്നറിയപ്പെടുന്നതും ഇൻഡോറിനെയാണ്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായി പ്രഖ്യാപിച്ചതും ഇൻഡോറിനെയാണ്. കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ പ്ലസ് നഗരമായി പ്രഖ്യാപിച്ചതും ഇൻഡോറിനെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ CNG പ്ലാന്റ് നിലവിൽ വന്ന നഗരവും ഇൻഡോർ ആണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ CNG പ്ലാന്റ് നിലവിൽ വന്ന നഗരവും ഏതന്നെയാണ്? ഇൻഡോർ തന്നെയാണ്. ഇനി ജബൽപൂരിനെ കുറിച്ച് പഠിക്കുകയുണ്ടായി. നമ്മളെ മധ്യപ്രദേശിന്റെ ഹൈക്കോടതി ജബൽപൂർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ടത് ജബൽപൂരില് തിൽവാര ഘട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പ്ലേസ് ഉണ്ട്. ആ പ്ലേസിന്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് തിൽവാര ഘട്ട് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ രാമായണം വായിക്കുമ്പോൾ അതിൽ തപസ്യ ഭൂമി എന്ന് വിളിക്കുന്നത് ഈ ജബൽപൂരിനെയാണ്. അപ്പൊ രാമായണം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, തപസ്യ ഭൂമി എന്ന് കേട്ടിട്ടുണ്ട് നമ്മള്. അത് ജബൽപൂരാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് ജബൽപൂർ തന്നെയാണ് ദുവാന്തർ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത്. ദുവാന്തർ വെള്ളച്ചാട്ടം. പിന്നെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനവും ജബൽപൂരാണ്. വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ ആസ്ഥാനവും ജബൽപൂരാണ് എന്ന് ഓർത്തുവെക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ മധ്യപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന സംസ്ഥാനങ്ങളൊന്നും തന്നെ കുറച്ചായിട്ട് പറയാനില്ല, അത്യാവശ്യം നന്നായിട്ട് പറയാണ്ട്. എന്നിട്ട് കൂടി നമ്മൾ ഹിസ്റ്ററി ആയിട്ടുള്ള ഭാഗമോ അല്ലെങ്കിൽ മുമ്പ് ഫാക്സിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളോ ഒന്നും ഉൾപ്പെടുത്താതെയാണ് ഞാനിവിടെ ഇത്രയും ചുരുക്കി നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതെങ്കിലും മിനിമം നിങ്ങൾ പഠിക്കണം. ബാക്കി മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അത് ഫോളോ ചെയ്ത് ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഭംഗിയായിട്ട് പഠിച്ച് നിങ്ങൾ എനിക്ക് തന്നോളൂ കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു സ്റ്റേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.